ക്ഷണിക്കുകയാണ്. അധികം വൈകിപ്പിക്കാതെ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേരും എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിലും ഒപ്പം തന്നെ കലാ മേഖലകളിൽ നിൽക്കുന്നവർക്ക് നിസ്സംഗമായ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് ഈ ഒരു പരിപാടിയോടൊപ്പം സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അറിയിക്കുകയാണ്. ഈ മൊമെന്റ് 10ാമത് വാർഷികമാണ് മുള്ളംകൊല്ലി പ്രദേശത്തിന്റെ. നമ്മൾ ഇന്നിവിടെ ഗോകും ഐലൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മൊമെന്റിന് ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങൾ ഒരുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥി ക്ലാര സിജോൺ കേക്ക് കെട്ടിയവരുടെ നേതൃത്വത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്.
നമ്മളുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ സംസാരിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഫോമൽ സ്പീച്ച് ഒന്നും ചെയ്യാൻ, അപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോ. നമ്മളെല്ലാവരും യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന ഒരു സമയമാണ്, വിമർശിക്കുന്ന സമയത്ത് ജെൻസീസ് ആർ ലൈക്ക് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് പറ്റുന്ന അവന്യൂസോ അല്ലെങ്കിൽ അവസരങ്ങളോ അല്ലെങ്കിൽ അവരെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള സ്പേസുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസിയിലേക്ക് വരാൻ പറ്റുന്ന സ്പേസുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതുപോലുള്ള നമ്മളുടെ ക്ലബ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒക്കെയാണ് നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി റിയൽ വേൾഡുമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾ പ്രസ്ഥാനങ്ങളാണ് ഇതുപോലുള്ള ചെറിയ ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മൾ പറയാം, നമ്മളെപ്പോഴും ഒരു ബോക്സിനുള്ളിലാണല്ലോ. നമ്മുടെ പേരൻസ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഫ്രണ്ട്ഷിപ്പും നിങ്ങൾ ഒരുമിച്ചുള്ള ഇത്രയും ആക്ടിവിറ്റീസും അതിന് ചുക്കാൻ പിടിക്കുന്ന ജിതിൻ എന്ന് പറയുന്ന ആളിവിടെ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിതിൻ ചേട്ടനും എല്ലാ ആശംസകളും നേരെയാണ്, പ്രത്യേകിച്ച് ആളുടെ ജന്മദിനമാണ് എന്ന് കൂടെ പറഞ്ഞു. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് വിഷൻ. ബിക്കോസ് ആള് ഇവിടെ ഇല്ല, US-ലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഇരുന്നിട്ടും നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് ചെയ്യാനും അത് നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറി. അതിൽ ഒത്തിരി കാര്യങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 10 മണിക്ക് പരിപാടി തുടങ്ങി, കുറച്ചൊരു 2-3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഈ പറഞ്ഞ പരിപാടികളുടെ ഭാഗമായി നിൽക്കാം. അത് കഴിഞ്ഞ് എനിക്ക് ഇതുപോലെ തന്നെ ഒരു കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ ഒരു മീറ്റിംഗ്, ഒരു ഡേറ്റ് എടുക്കുന്ന ഒരു കാര്യത്തിനായിട്ട് അവിടേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് സംസാരിച്ച് ചിലപ്പോൾ ഞാൻ പോവുമായിരിക്കും. എന്നിരുന്നാൽ കൂടിയും ഒത്തിരി സന്തോഷം തോന്നി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ. വൃക്ഷത്തൈ നടൽ തൊട്ട് സെന്റർ ഫോർ ഡിസേബിലിറ്റി, അതിനകത്തുള്ള കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിർത്താം. എന്താ പ്ലാൻ എന്ന് ചോദിച്ചു, അമ്മേനെയും കാട്ടി തന്നു. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ തോന്നി ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയേക്കാണ്. സോ ഒരു 12 വയസ്സുകാരനും ഒരു 20 വയസ്സുകാരനും 2 എക്സാമ്പിൾസ് ആയിരുന്നു. പക്ഷെ സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഈ പറഞ്ഞ ആക്ടിവിറ്റീസും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിലുള്ള ആളുകളുടെ സൗഹാർദ്ദത്തിന് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ ഒരു വിഷമഘട്ടത്തിൽ സഹായിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം. ബിക്കോസ് നോബഡി ഈസ് ദേർ ഫോർ എവ്രി വൺ ഇങ്ങനെ ഈ ഒരു സമയത്ത്. അപ്പൊ അതെല്ലാം കൂടി ചെയ്യുന്ന 10 വർഷകാലമായി ചെയ്തു വരുന്ന, ഇനി അടുത്തൊരു ദശാബ്ദത്തിലേക്ക് കടക്കുന്ന മുള്ളംകൊല്ലി ബ്രദേഴ്സിനും ഇതിന്റെ സ്ഥാപകൻ ജിതിൻ ക്രിസ്റ്റഫറിനും, അതുപോലെ തന്നെ സതീഷ് ഇളമ്പൽ എന്ന് പറയുന്ന അദ്ദേഹം പുസ്തകം പ്രകാശനം ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്താണ്. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. സ്നേഹപൂർവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് പേരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആദരിക്കപ്പെടാനായിട്ട്. കഴിഞ്ഞ 9ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് മുള്ളംകൊല്ലി പ്രദേശ് ഒറ്റ നക്ഷത്രം എന്ന നോവലിന്, ശരിക്കും പറഞ്ഞാൽ ആ നോവൽ എഴുതുമ്പോൾ ആ നോവൽ മലയാള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയതിനാണ് മുള്ളംകൊല്ലി പ്രദേശ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ആണ് ആദരിക്കപ്പെടുന്നത്. ഇത്തവണ മുള്ളംകൊല്ലി പ്രദേശ് തന്നെ, അതായത് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജിതിൻ ക്രിസ്റ്റഫർ, ആൻസി, അതുപോലെ തന്നെ ഡാനി തുടങ്ങിയവർ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് ഈ പുസ്തകം നമ്മൾ തന്നെ പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിന്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും എന്ന് അറിയിക്കുന്ന ഒരു നിമിഷമുണ്ടായത്. അതിന്റെ ഭാഗമായി പ്രവത ബുക്സ് ഈ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട റോബിൻസൺ ചേട്ടൻ ഏറ്റെടുത്തു.
അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. റോബിൻസൺ ചേട്ടന്റെ വിലയേറിയ സമയങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും മുള്ളംകൊല്ലി പ്രദേശത്തിന്റെ ഭാഗമായിരിക്കുന്ന റോബിൻസൺ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആത്മാർത്ഥമായ എഫോർട്ടിനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഇവിടെ ഇന്ന് നിർവഹിക്കപ്പെടുന്നത് നമുക്കേവർക്കും പ്രിയങ്കരിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി ക്ലാര സി ജോൺ ആണ്. പ്രിയപ്പെട്ട ക്ലാര സി ജോണിനെയും ഈ പുസ്തകം എഴുതിയ ഈ നോവൽ ഒറ്റ നക്ഷത്രം എന്ന നോവലിന്റെ സതീഷ് ഇളമ്പലിനെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ ഗോളുകൾക്കും അനുസൃതമായിട്ട് ഓരോ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ആപ്തവാക്യം എന്നുള്ളത്. പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പ്രണയം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ വിവാഹേതര പ്രണയം, വിവാഹം കഴിഞ്ഞ ശേഷമുള്ള പ്രണയം, അതിൽ എത്രമാത്രം പ്രണയത്തിന്, പരിശുദ്ധിക്ക്, ആത്മാർത്ഥതയ്ക്ക് സ്ഥാനമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ ശേഷം മറ്റൊരാളെ പ്രണയിക്കുക, ആ പ്രണയത്തിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും? നമ്മുടെ മഹാകവി കുമാരനാശാൻ പറഞ്ഞു വെച്ചൊരു കാവ്യമുണ്ട്. എന്താണ്? മാംസ നിബദ്ധമല്ല പ്രണയം എന്നുള്ളത്. ശരീരം മോഹിക്കുന്നതല്ല പ്രണയം, മനസ്സുകൊണ്ട് തിരിച്ചറിയപ്പെടുന്നതാണ് പ്രണയം. എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? പ്രണയം എന്ന വാക്കിനെ നിഷ്ഠൂരം കൊല്ലപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയത്തിന്റെ അർത്ഥവും സത്യവും ഒക്കെ വിസ്മരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കപ്പെടേണ്ട ഒപ്പം ഞാനുണ്ട് എന്ന തിരിച്ചറിവാണ് പ്രണയം. ഏതൊരു പ്രതിസന്ധിയിലും നിന്നെ വിട്ട് ഞാൻ പോകില്ല എന്ന ആത്മാർത്ഥതയുടെ അടയാളമാണ് പ്രണയം. അങ്ങനെ പ്രണയിക്കപ്പെടണം. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ ഈ ഒരു ചെറിയ ഈ നോവലിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിഹിതം എന്ന് വേണമെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഇത് അവിഹിതമല്ല. ഇത് യഥാർത്ഥമായ ആത്മാർത്ഥമായ പ്രണയം എന്ന് പറയുന്ന സത്യത്തിന്റെ ഒരു നേർക്കാഴ്ചയിലൂടെ ഈ ഒരു നോവലിനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നടത്തിയ ഒരു ചെറിയ ശ്രമം മാത്രമാണ്. മാംസ നിബദ്ധമല്ലാത്ത പ്രണയം, ശാരീരിക സുഖങ്ങൾക്കപ്പുറം മനസ്സുകൊണ്ട് സ്നേഹിക്കപ്പെടുന്ന പ്രണയം. മനസ്സുകൊണ്ട് ഒന്ന് കണ്ടില്ലെങ്കിൽ, ഒരു വാക്ക് മിണ്ടിയില്ലെങ്കിൽ, ഒരു ദിവസം ഒന്ന് പരിഭവിച്ചിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ ആഴം എത്രമാത്രം വലുതാണെന്ന് ചിന്തിക്കപ്പെടുന്നിടത്താണ് ഈ പ്രണയം എന്ന വാക്ക് പോലും അന്വർത്ഥമാകും. എല്ലാവർക്കും ആദ്യം ഒരു നന്ദി അറിയിക്കുകയാണ്. മുള്ളംകൊല്ലി പ്രദേശത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് നന്ദി പറയാനൊന്നുമില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഈ 10 വർഷമായിട്ട് ഞങ്ങൾ ആഘോഷിച്ച, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രസിഡന്റായ ജിതിനോടാണ് ആദ്യം, ജിതിൻ ന്യൂയോർക്ക് നന്ദി അറിയിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇതിൻ്റെ സെക്രട്ടറി, നമ്മുടെ ജൂഡോ കരാട്ടെ ഡാനി രാജ്, അദ്ദേഹത്തിനും ഞങ്ങളുടെ നമ്മളുടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഓരോ കാര്യങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കും അറ്റ്ലീസ്റ്റ് ഒരു കോൾ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും വേണ്ടി. എല്ലാത്തിനും നമ്മൾ മുള്ളംകൊല്ലി പ്രദേശത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.